أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. قال الله عز وجل: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അമലില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് റബ്ബേ എപ്പോഴും അതിനോട്. അതിനിക്ക് നീ ഒരു പാസ് താഹന്നാനേ, അത് നിന്റെ വക്കാലിൽ നിന്ന് മാത്രമന്നാനേ. വഅലമു ഉമ്മത സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാ. ഞങ്ങളെ ബാലക്കാർ 6 തിങ്കൾ കുറുക്ക നടത്തിറങ്ങിയത്തെ ജലാലിയ മജ്ലിസ് അല്ലാഹു ഞങ്ങളെ കബൂലാക്കട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ബണ്ടങ്കത്തെ ബല മുസീബത്ത് അല്ലാഹു തട്ടി ദൂരത്താക്കട്ടെ. ഈ ജലാലിയ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ റായത്ത്, ഞങ്ങളെ ദേശത്ത് അല്ലാഹു തആല ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവരുടെ കയ്യിൽ അല്ലാഹു അധികാരം കൊടുക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വലിയൊരു വാളാക്കുന്ന സമയമില്ല. അൽഹംദുലില്ലാ. റഫീഖ് ഹസൻ ഉസ്താദ് ചുമ വിശേഷന്ത് അപ്പൊ ഞങ്ങൾ ദിക്ർ മജ്ലിസ് ആക്കിയോണ്ടുള്ള ഈ ദിക്ർ മജ്ലിസ് കൊണ്ട് എന്തായിട്ട് ഉപകാരം. ഈ ദിക്ർ മജ്ലിസ് അത് ഇസ്ലാമിൽ ഉണ്ടാ ഇല്ലേ? ഈ ദിക്ർ മജ്ലിസ് കൊണ്ട് നമുക്ക് എന്തായിട്ട് ഉപകാരം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ മുന്നിൽ ചെന്നുള്ളേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസായിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു: ഇന്ന ലില്ലാഹി മലായികത്തുൻ, അല്ലാഹു തആലക്ക് ചുമ്മ മലക്കുകളുള്ളാർ. യതൂഫൂന ഫി തുർക്കി, ഇങ്ങനെ തെരുളു ഇങ്ങനെ ചുറ്റിയോണ്ടു ചുമ്മ മലക്കിങ്ങ അല്ലാഹുടെ ഒരു കൂട്ടം മലക്കിങ്ങ പോയോണ്ടിക്കറാറ്. യൽതമിസൂന അഹ്ല സിക്രി, സിക്രിന്റെ മജ്ലിസ് എവിടെ നടക്കടാ, എവിടെയെങ്കിലും സിക്ര ഹൽക്ക നടന്നുകൊണ്ടാണ് ഇങ്ങനെ തേടിയോണ്ട് പോണ്ട് ചുമ്മ മലക്കിങ്ങ ഉള്ളാർ. ഈ മലക്കിങ്ങ ഫൈദാ വജദു ഖൗമൻ യദ്കുറൂനല്ലാഹ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലങ്കത്തെ കൗമിങ്ങ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലങ്കത്തെ ആൾമാരെ കാണുമ്പോ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലങ്കത്തെ മജ്ലിസ് എത്തിയെങ്കിൽ തനാദൗ അങ്ങ് വിളിച്ചു ചൊല്ലറ് ഹലമു ഇലാ ഹാജതിക്കും, നിങ്ങൾ തേടിയങ്കത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടങ്കത്തെ മജ്ലിസ് ദാ ഉടോണ്ട് ഇപ്പ ബറു. കാല നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചൊല്ലു ഫയഹ്ഫൂനഹും ബിഅജ്നിഹതി മിനസ് സമാഇ ദുനിയ, ഈ മലക്കുകൾ എന്താക്കടാറ് ആ മജ്ലിസിക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ആൾമാരെല്ലാം പൊതിയിടറ് അങ്ങളെ ചിറക് കൊണ്ട് അങ്ങളെ റെക്ക കൊണ്ട്. കാല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി ചൊല്ലു ഫയസ്അലുഹും റബ്ബുഹും, അല്ലാഹു തആല അങ്ങോട്ട് കേക്കടാ വഹുവ അഅലമു മിൻഹും, ഇങ്ങ എവിടെ ബണ്ടിട്ട് അല്ലാഹു ഗൊന്തുണ്ടു, അല്ലാഹു നല്ലോണം അറിയുന്നവനാണ്. എന്നിട്ട് അല്ലാഹു കേക്കടാ മാ യഖൂലു അബ്ദി മാ യഖൂലു ഇബാദി, നന്റെ അടിമ എന്ത് ചെന്നുള്ളാറ്, നന്റെ അടിമ എന്ത് ചെന്നോണ്ടുള്ളാറിട്ട് അല്ലാഹു കേക്കടാ. കാലോ മലക്കങ്ങ ചൊല്ലടാറ് യഖൂലൂന യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുമജ്ജിദൂനക, അല്ലാഹുവേ നിക്ക് അങ്ങ് സുബ്ഹാനല്ലാഹ് ചൊല്ലുള്ളാറ്, തസ്ബീഹ് ചൊല്ലുള്ളാറ്, നിക്ക് അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുള്ളാറ്, നിക്ക് അൽഹംദുലില്ലാഹ് നിന്റെ ദിക്ർ ചൊല്ലുള്ളാറ്, നിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുള്ളാറ്, നിന്റെ പുകഴ്ത്തിയുള്ളാറ്. കാല ഫയഖൂലു ഹൽ റവൗനി, അല്ലാഹു കേക്കടാ നണ്ട അങ്ങ കണ്ട്രാറ നക്കബേനായിട്ട് അങ്ങ് തസ്ബീഹ് ചൊല്ലുള്ളാറല്ലേ,
എനിക്ക് വേണ്ടി അവർ തക്ബീർ പറയുന്നുണ്ടല്ലോ, എന്നെ അവർ കണ്ടിട്ടുണ്ടോ? ഖാല ഫയഖൂലുന ലാ വല്ലാഹി മാ റഔക, അല്ലാഹുവേ നിങ്ങൾ കണ്ടിട്ടില്ല, റബ്ബേ നിന്നെ അവർ കണ്ടിട്ടില്ല. ഫയഖൂലു കൈഫ ലൗ റഔനി, എന്നെ മാത്രം അവർ കണ്ടാൽ അവർക്കുള്ള അവസ്ഥ എന്താണ്? ഖാല യഖൂലു ലൗ റഔക ഖാലു അശദ്ദു ലക ഇബാദതൻ വഅശദ്ദു ലക തഹ്മീദൻ തംജീദാ, നിന്നെ അവർ കണ്ടാൽ നിനക്ക് അവർ ഇബാദത്തിനെ ശക്തിപ്പെടുത്തും, നിനക്ക് വേണ്ടി അവർ നല്ലോലം അധ്വാനിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് തസ്ബീഹ് പറയും, നിനക്ക് വേണ്ടി അവർ തസ്ബീഹ് പറയും, നിനക്ക് വേണ്ടി അവർ തക്ബീർ പറയും, നിനക്ക് വേണ്ടി അവർ തഹ്ലീൽ ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, യഖൂലു ഫമാ യസ്അലൂനി, എന്നോട് അവർ എന്താണ് ചോദിക്കുന്നത്? മലക്കുകൾ പറയുന്നു, യസ്അലൂനകൽ ജന്നഹ, നിന്നോട് അവർ സ്വർഗ്ഗത്തിനെ ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, അൽ റഔഹ, അവർ സ്വർഗ്ഗത്തിനെ കണ്ടിട്ടുണ്ടോ? ലാ വല്ലാഹി യാ റബ്ബി, അവർ സ്വർഗ്ഗത്തിനെ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നു, ഫകൈഫ ലൗ അന്നഹും റഔഹ, ഇനി സ്വർഗ്ഗത്തിനെ കണ്ടാൽ അവർക്കുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ മലക്കുകൾ പറയുന്നു, കാനൂ അശദ്ദു അലൈഹാ ഹിർസഹാ, ആ സ്വർഗ്ഗത്തിനെ കുറിച്ച് അവൾക്ക് നല്ലോലം അത്യാഗ്രഹമുണ്ടാകും. വഅശദ്ദു ലഹാ തലബഹാ, നല്ലോലം അവർ സ്വർഗ്ഗത്തിനെ ചോദിക്കും, നല്ലോലം അധ്വാനിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, അവർ എന്തിനെ കുറിച്ചാണ് കാവൽ ചോദിക്കുന്നത്? മലക്കുകൾ പറയുന്നു, മിനന്നാർ, നരകത്തിനെ കുറിച്ച് അവർ കാവൽ ചോദിക്കുന്നു. അല്ലാഹു ചോദിക്കുന്നു, കാല യഖൂലു ഹൽ റഔഹ, നരകത്തിനെ അവർ കണ്ടിട്ടുണ്ടോ? അപ്പോൾ മലക്കുകൾ പറയുന്നില്ല, വല്ലാഹി യാ അല്ലാഹ്, നരകത്തിനെ അവർ കണ്ടിട്ടില്ല. ഫകൈഫ ലാ റഔഹ, ഫകൈഫ ലൗ റഔഹ, നരകത്തിനെ കണ്ടാൽ അവർക്കുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ മലക്കുകൾ പറയുന്നു, ലൗ റഔഹ കാന അശദ്ദു മിൻഹാ ഫിറാറഹ, നരകത്തിനെ കണ്ടാൽ അവർ നല്ലോലം പേടിച്ചുകൊണ്ടവർ ഓടുന്നവരാണ്. വഅശദ്ദു ലഹു മഖാഫ, നല്ലോലം പേടിക്കുന്നവരാണ്, നിന്നോട് കാവൽ ചോദിക്കുന്നവരാണ്. അല്ലാഹു തആല പറയുന്നു, ഫഅശ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹും, ഓ മലക്കുകളെ നിങ്ങൾ സാക്ഷിയാണ്, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ അവർക്കെല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു. ഖാല യഖൂലു, അപ്പോൾ മലക്കുകൾ പറയുന്നു, ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും ഇന്നമാ ജാഅ ലിഹാജ, അവരിൽ ഒരാളുണ്ട്, അയാൾ എന്തല്ല മജ്ലിസ് ദിക്റിന്റെ മജ്ലിസ് വന്നതല്ല, അയാൾ വന്നത് സീറിന് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വേറെ ഉദ്ദേശം വെച്ചിട്ട് വന്നതാണ്, അയാൾക്കും ഈ പവർ കിട്ടുമോ? അപ്പോൾ അല്ലാഹു തആല പറയുന്നത്, ഹുമുൽ ജുലസാഉ ലാ യഷ്കാ ബിഹിം ജലീസുഹും, ഈ ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്നവർ ഒരിക്കലും നിരാശരായി പോവുകയില്ല. ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്നതുകൊണ്ട് അവർക്കും ഈ പവർ കിട്ടുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുകയാണ്. 6408 ഹദീസാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദിക്റിന്റെ മജ്ലിസിൽ ഇത്രയും ഒരു പവർ ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നൊരു ഹദീസിൽ പറയുകയാണ്, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ തോട്ടം കണ്ടാൽ ആ സ്വർഗ്ഗത്തിന്റെ തോട്ടത്തിൽ പോയി നിങ്ങൾ മേയുക. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ സ്വർഗ്ഗത്തിന്റെ തോട്ടം എന്താണ്? അത് ഹിലഖുസ് ദിക്ർ, ദിക്റിന്റെ ഹൽക്കകളാണ്, ദിക്റിന്റെ മജ്ലിസാണ്. ദിക്റിന്റെ മജ്ലിസിലേക്ക് പോയാൽ, ദിക്റിന്റെ മജ്ലിസ് കണ്ടാൽ
ആ ദിക്റിന്റെ മജ്ലിസിൽ പോയിക്കൊണ്ട് നിങ്ങൾ ആ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക, ആ ദിക്റിന്റെ മജ്ലിസിൽ കൂടുക, ആ ദിക്ർ നിങ്ങൾ ചൊല്ലുക. എന്നാൽ ആ ദിക്റിന്റെ മഹത്വം, ആ ദിക്റിന്റെ മജ്ലിസിൽ വരുന്നതായ മലക്കുകളുടെ ആമീന്റെ ദുആ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ ദിക്റിന്റെ ഒരുപാട് സംഭവങ്ങളും അതിന്റെ പോരിശകൾ അറിഞ്ഞവരാണ്. അല്ലാഹു തആല മരണം വരെ ദിക്ർ ചൊല്ലുന്നതായ ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ദുആയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അൽഹംദുലില്ലാഹ്. ഏത് ദുആക്കണമെങ്കിൽ, ഏത് ദുആ നിങ്ങൾ ആക്കറുണ്ടായെങ്കിൽ ഫസ്റ്റ് അൽഹംദുലില്ലാഹ് ചൊല്ലണോ. ആ ദുആത്തെ ലാസ്റ്റ് അൽഹംദുലില്ലാഹ് ചൊല്ലണോ. അൽഹംദുലില്ലാഹ് കൊണ്ട് സ്വലാത്ത് കൊണ്ട് ദുആ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് കൊണ്ട് സ്വലാത്ത് കൊണ്ട് ദുആ അവസാനിപ്പിക്കണം. അതായിട്ട് മര്യാദ. അപ്പൊ ദിക്റിന്റെ മര്യാദ അൽഹംദുലില്ലാഹ് ജലാലിയ ദിക്ർ ചെന്ന ഈ ജലാലിയ ദിക്റിൽ മൈനുള്ളത് ഹദ്ദാദ് ദിക്റായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമുക്ക് ഇജാസത്ത് തന്നിട്ട് ഹദ്ദാദ് ദിക്റായിട്ട് ഒരുപാട് മഹാന്മാർ ഹദ്ദാദിനെ പോരിച്ച് എഴുതിരാറ്. എത്രത്തോളം ചെന്നെങ്കിൽ ഒരു പാമ്പ് കടിച്ചെങ്കിൽ ആ പാമ്പിടെ വിശേഷമാത്ത ഹദ്ദാദിനെ ദിക്ർ ചെന്ന നാട്ടില്ലാണ്ട് ഇമാമിങ് എഴുതിപ്പിച്ചറാറ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ ഹുവ സമീഉൽ അലീം പോലത്തെ വലിയ വലിയ ദിക്റുണ്ട്. ഈ ദിക്റെല്ലാം ചെന്നെങ്കിൽ ഒരാൾ അവനക്ക് ഒരു മൃഗത്തെ കൊണ്ട, അല്ലെങ്കിൽ ജന്തുക്കളെ കൊണ്ട, പക്ഷികളെ കൊണ്ട, പ്രാണികളെ കൊണ്ട, മനുഷ്യന്മാരെ കൊണ്ട ഒരൊറ്റൊരു ശർറ് അവനക്ക് എത്തില്ല. അത്രയും വലിയ വലിയ പവറുള്ളെങ്കത്തെ വലിയ കണപ്പെട്ടെങ്കത്തെ ദിക്റിങ്ങ ഹദ്ദാദിലെ ദിക്റിലുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ എപ്പോഴും ചൊല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല് സ്വഹാബത്തെ പഠിപ്പാട്ടാറ്. നിങ്ങൾക്ക് ചൊമ്മ ബേജാറുണ്ടാ, നിങ്ങൾ ആവശ്യം പൂർത്തിയാവണ, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലറു. ഖുർആനിൽ അല്ലാഹു തആല ചൊല്ല്, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. നിങ്ങൾ മല വേണം, നിങ്ങൾ മല വേണ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലു. അല്ലാഹു ഖുർആൻ ചൊല്ല്, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹു നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലു. എന്നെങ്കിൽ അല്ലാഹു വലിയ പൊറുക്കവനായിട്ട് അർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. എന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു മലതണ്ട ഇസ്തിഗ്ഫാർ ചെന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു മലതണ്ട. നിങ്ങൾ ഹമ്മും ഗമ്മും ബേജാറും എല്ലാ ദുഃഖവും അല്ലാഹു തആല തീർത്തു തണ്ട. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുത്താണ്. മാത്രമല്ല, പിന്നോറുള്ള ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുന്നുണ്ട്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലില്ലാഹി സയ്യാറത്തും മിനൽ മലായികതി. അല്ലാഹു ഭൂമിയിലാകെ സഞ്ചരിക്കുന്ന മലക്കുകൾ ഉണ്ട്. യത്ലുബൂന, അവർ തേടുന്നു, ഹൽക ദിക്രി, ദിക്റിന്റെ ഹൽക്കുകളെ തേടുന്നു. ഫൈദാ തൗ, ദിക്റിന്റെ ദിക്റിനെ അവർ കണ്ടാൽ ഹഫു ബിഹിം, ആ ദിക്റിന്റെ മജ്ലിസുള്ള ആൾക്കാരെ അവർ പൊതിയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പാടിതുണ്ട്. പിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടിതുണ്ട്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. മസലുല്ലദീ, ഒരുത്തന്റെ ഉദാഹരണം, യദ്കുറു റബ്ബഹു, അല്ലാഹുവിനെ അവൻ സ്മരിക്കുന്നു, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരുത്തന്റെ ഉദാഹരണം, അല്ലാഹുവിനെ സ്മരിക്കാത്ത ദിക്ർ ചൊല്ലാത്ത ഒരുത്തന്റെ ഉദാഹരണം, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ഹയാത്തുള്ളവനും മരിച്ചവനെ പോലെയാണ്. ദിക്ർ ചൊല്ലുന്നവനും ഹയാത്തുന്നവനെ പോലെ, ദിക്ർ ചൊല്ലാത്തവനും മരിച്ചവനെ പോലെ. ഹയാത്തുന്നവനക്ക് ഇത്ര പവറുണ്ടോ, മരിച്ചവനും എന്തിനും ആക്കവിടെ, അവനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാ. ദിക്ർ ചൊല്ലവനും ഹയാത്തുന്നവനെ പോലെ, ദിക്ർ ചൊല്ലാത്തവനും മരിച്ചവനെ പോലെ.
അപ്പോൾ ദിക്ർ കൊണ്ട് ഞങ്ങളെ നാവ് പച്ചയാവനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് നിങ്ങളെ ദിക്ർ കൊണ്ട് നിങ്ങൾ പച്ചയാക്കോറും. നിങ്ങൾ എത്ര ദിക്ർ ചൊല്ലറാ, നിങ്ങൾ എത്ര തഹ്ലീൽ ചൊല്ലറാ, നിങ്ങൾ എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലറാ, നിങ്ങൾ എത്ര അൽഹംദുലില്ലാഹ് ചൊല്ലറാ, നിങ്ങൾ എത്ര അല്ലാഹു അക്ബർ ചൊല്ലറാ, അതുപോലെ ചൊമ്മ ദിക്റെല്ലാം ഉണ്ട്. നിങ്ങൾ എത്ര ദിക്ർ ചൊല്ലറാ, ഒരിക്കലും നീ ആ ദിക്ർ കൊണ്ട് നിങ്ങൾ എന്താവില്ല, നഷ്ടത്തിലായി പോകില്ല. ദിക്ർ ചൊല്ലണോ അവന്റെ അവസാനം ആഖിബത്ത് അത് മെച്ചമായിട്ട് ചന്തായിട്ട് അവന് മരിക്കാണ്ട് ഞങ്ങൾ ഇമാമിമ പഠിപ്പാട്ടി തണ്ടാറ്. ആറുമാറുമില്ലാത്ത ഖബർ, എത്ര ആൾമാർ മരണപ്പെട്ടു പോയോണ്ടുള്ള റബ്ബേ അങ്ങ് പുറത്തുക്ക് റഹ്മാന്. ആറുമാറുമില്ലാത്ത ഖബർ, ആ ഖബർ രക്ഷപ്പെടണമെങ്കിൽ ദിക്ർ ഞങ്ങൾ ചൊല്ലണം, സ്വലാത്ത് ഞങ്ങൾ ചൊല്ലണം. മലക്കുകൾ വന്ന് ചോദിക്കുന്ന സമയത്ത് പൂച്ചക്കണ്ണന്മാരായ, കാല് വരെ മുടി നീണ്ടവരാണ്, കണ്ണുകൾ അതാ തീജ്വാലകൾ പ്രജ്വലിക്കുന്ന കണ്ണുകൊണ്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് മർറബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ മറുപടി പറയണോ? ഞങ്ങളെ ദിക്ർ ചൊല്ലണം, തഹ്ലീൽ ചൊല്ലണം. ഒരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കണ്ടു എന്ന്, സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാളെ മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. ഒരാൾ ചൊമ്മ എന്തിർ ചെന്ന അതായിട്ട് മരിക്കുന്ന സമയത്ത് വേണ്ട. ഒരാൾ കാസർഗോഡ് ചെന്നെങ്കിൽ മരിക്കുമ്പോൾ കാസർഗോഡ് ചെന്ന് മരിക്കും. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നോണ്ടിരുന്നെങ്കിൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഒരാൾ യാറ് എന്തിർ ചെന്ന അതായിട്ട് അവന്റെ മരിക്കുന്ന സമയത്ത് വേണ്ടേ. ഇങ്ങനത്തെ നല്ല നല്ല മജ്ലിസില് ഡോങ്കിയാക്കറി തമാസാക്കടെ ചൊമ്മ ആൾമാറുള്ളാറ് അങ്ങക്ക് സലപ്പി മുജാഹിദ് മുക്കാൽ ഗಂಟೆ പേരെല്ലാം അങ്ങ് ഒന്നുണ്ട്. അള്ളാഹു അങ്ങനെ ഫിത്രോട്ട് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. അങ്ങ മജ്ലിസ് ആക്കോ തീരാ, ദിക്റിന്റെ ഹൽക്ക ആക്കോ തീരാ, അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസ് ആക്കോ തീരാ. ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ വാദങ്ങളെ കൊണ്ടുവന്ന ആൾമാറായിട്ട് ഈ സലഫി മുജാഹിദിന്റെ ആൾമാർ. അള്ളാഹു ഞങ്ങളെ ഫിത്രോട്ട് അള്ളാഹു സലാമത്താക്കും. ഞങ്ങളുടെ റായത്തിൽ അങ്ങനത്തെ ആൾമാരില്ല. അള്ളാഹു ഞങ്ങളെ ബാലക്കാരെയും ഞങ്ങളെ മക്കളും അള്ളാഹു സലാമത്താക്കട്ടെ. ഞങ്ങളെ മൈക്കാല ഭാഗത്ത് ഒരു വായിസ് ബന്ധമുണ്ട്. ഞങ്ങളെ സുന്നിയുടെ ആൾമാർ, സുന്നിയുടെ ഞങ്ങളെ മക്കളെ കവറാക്കിട്ട് ഓരോരോ ഫ്ലാറ്റിലും ഓരോ റൂമിലും ഈ സലഫിയുടെ ആൾമാർ അങ്ങ് ക്ലാസ് എടുത്തോണ്ടുള്ളാറ്. ഈ ക്ലാസ് പോയെങ്കിൽ നിങ്ങളെ മക്ക പിന്നെ ദുആത്ത് നിൽക്കില്ല, നിസ്കരത്ത് കഴിഞ്ഞ പാടത്തെ ദുആത്ത് നിൽക്കില്ല, കുനൂത്ത് ഓതില്ല, സ്വലാത്ത് ചെല്ലില്ല. എവിടെ ദിക്ർ കണ്ടെങ്കിൽ അങ്ങ് തിരിഞ്ഞു പോയോണ്ടുള്ളാറ്. ഇങ്ങനത്തെ ഒരു വിധി, ഇങ്ങനത്തെ ഒരു ഗതികേട് നിങ്ങളെ മക്കൾക്ക് ആർക്കും പറവുതീര. അതുകൊണ്ട് ഞങ്ങളെ രായത്തെ, ഞങ്ങളെ ജമാഅത്തെ സുന്നത്ത് ജമാഅത്തിലായിട്ട് വളർത്തണം. ഈ മക്കൾക്ക് വേണമായെങ്കിത്തെ കോച്ചിങ് ഞങ്ങൾ കൊടുക്കണം. അള്ളാഹു ഞങ്ങളെ മക്കള് സുന്നത്ത് ജമാഅത്തുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആശയത്തെ മുറുകെ പിടിക്കലെങ്കിത്തെ മക്കളെ കൊടുത്ത് അള്ളാഹു ഞങ്ങളെ മക്കളെ പെടുത്താൻ അനുഗ്രഹിമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളെ സംഘടന വലിയൊരു ബാലക്കാർ അലക്കമജൽ ഹൈദർജിയുടെ ബാലക്കാർ ഉഷാറിലുണ്ട്. ഐസിയിലായിട്ട് അള്ളാഹു താലയും മജീസിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ആ ബാലക്കാർക്ക് അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങളെ ജമാഅത്തുള്ളെങ്കിൽ ഞങ്ങളെ മജന്റെ യൂസുഫാക്കടെ മോൾക്ക് ഉഷാറില്ല. അള്ളാഹു ഈ മജീസിന്റെ ബർക്കത്തുകൊണ്ട് ആ യൂസുഫാക്കടെ മകൾ എന്ത് രോഗമാണ് റഹ്മാനെ, നീ ഷിഫ കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാളെ ചൊമ്മെന്ന് ചൊല്ലപോണില്ലേ തങ്ങ ബറകൈത്ത് അത്രത്തോളം മാത്രം എനിക്ക് ടൈം തന്നേ. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാ എണ്ടിൽ പിന്നെ ഞങ്ങൾ 6 തിങ്കൾ കുറുക്ക മാത്രം ദിക്ർ ചൊല്ലാണ്ട് എല്ലാ നാളും ഞങ്ങൾ ദിക്ർ ചൊല്ലണം. ഉണ്ട് ഒരാൾ ചെന്ന് ഈ റായത്തെ ഒരാളെ കുറിച്ചിട്ട് അള്ളാഹു അയാൾക്ക് നല്ല ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു ഉസ്താദ് അയാളെ കാക്ക അത് കേൾക്കും ഭാര്യ കൊസിയേറ്റ് എല്ലാ നാളും 3 ഗಂಟೆ എനിക്കൊരു ഉസ്താദ് എഞ്ചിട്ട് ദിക്റും ഖുറാനും എല്ലാം ഓതിയിട്ട് ഞങ്ങളെ സുബൈ നിസ്കാരത്ത് വന്നിട്ട് അയലായിട്ട് കയറി
അത്രയും നല്ല മനുഷ്യന്മാർ ഈ റായത്തിലുള്ള അള്ളാഹു അങ്ങനെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെയും അള്ളാഹു നല്ലാക്കി തരട്ടെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഈ ആർത്തികൾ മാത്രം അവർക്ക് ഞങ്ങൾ ദിക്ർ ചെല്ലാണ്ട് ഞങ്ങൾ ഹദ്ദാദ് ജലാലിയലുണ്ട്. ഞങ്ങൾ പള്ളിക്ക് ഹദ്ദാദ് പറഞ്ഞു, ഞങ്ങളെ മക്കളെ ഞങ്ങൾ ഹദ്ദാദ് കടത്തണം. ഈ ഹദ്ദാദ് വലിയൊരു ഉപകാരമുള്ളതായിട്ട് കയറി ഞങ്ങൾക്ക് ഹദ്ദാദ് ചെല്ലിട്ട് മനുഷ്യ അവണ് മരിക്കില്ല. കറക്റ്റായിട്ട് ഹദ്ദാദ് ചെല്ലിയ ഒരു മനുഷ്യ അവന് മരിക്കില്ല. അള്ളാഹുടെ ഖളായിൽ മരിക്കില്ല കേട്ടോ. പക്ഷെ അവന് മരിക്കലുണ്ട്, അവന് മറന്നു പോകും. മരിക്കണം എന്താവും മറന്നു പോകും. അപ്പൊ ഹദ്ദാദ് ചെന്നെങ്കിൽ അണ്ടത്തെ മോന്തി തോളു അവനക്ക് പിറ്റാണ്ട് മോന്തി തോളു ഒരു ആക്സിഡന്റാ അല്ലെങ്കിൽ വലിയൊരു സീക്കാ അല്ലെങ്കിൽ വലിയൊരു ആഫത്താ ഒരു മതിൽ പൊട്ടി പോണ്ടേമാ അല്ല ആകാശ എന്താ പ്രോബ്ലം ആയി പോണ്ടമാ ഇങ്ങനത്തെ ഒരൊറ്റൊരു പ്രോബ്ലം ഉണ്ടാവില്ലേ ഹദ്ദാദ് ചെല്ലെ മനസ്സിലല്ലേ. ഹദ്ദാദ് ചെല്ലെങ്കത്തെ ആളുകൾ ഒരു എഫക്റ്റും ഒരു എന്തും പ്രോബ്ലം ഉണ്ടല്ലേ, അത്രയും പവറുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താകണം ഹദ്ദാദ് ചൊല്ലണം. ജമാഅത്ത് പണ്ടങ്ങ ഹദ്ദാദിಗೆ പറഞ്ഞു മക്കളെ ഹദ്ദാദിಗೆ കടത്തണം. നിങ്ങൾ അവത്തിൽ ഹദ്ദാദ് ചൊല്ലണം, പെണ്ണി കൊണ്ട് ഹദ്ദാദ് ചൊല്ലപ്പാടണം. അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വാക്യ ഓതണം. വാക്യ ഓത ഒരാൾക്കും ദരിദ്രമല്ല. ഒരു മഹാനട്ട അതിന് മരിക്കുന്ന സമയത്ത് കേട്ടാറില്ല നിങ്ങളെ പെൺമക്കളെ ഉള്ളേ നിങ്ങൾ പെൺമകൻ എന്താ ആഗ്രഹിച്ചു തരാൻ അയച്ചു നക്ക് പെൺമക്കൾ ഒരു ബേജാറില്ല. എന്തേ ನಾನು ನನ್ನ പെൺമക്കൾ വാക്യ പഠിപ്പാട്ടിയ ഒരു പ്രോബ്ലമും മുസീബത്തും ഇടങ്ങീറും പറ്റില്ല. അള്ളാഹുടെ ഹബീബ് സദാ പഠിപ്പാട്ടിയല്ലേ ദുനിയാവുള്ളത് നിങ്ങൾക്ക് ദുനിയാവ് ലഭിക്കണം വാക്യ ഓതും. നിങ്ങൾക്ക് ആഖിറത്ത് രക്ഷപ്പെടണം, ഖബർ രക്ഷപ്പെടണം, നിങ്ങൾ തബാറക ഓതും. അത്രയും വലിയൊരു മഹത്വമുള്ള എനിക്ക് ഖുർആന്റെ ആ സൂറത്ത് ഞങ്ങൾ ഓതുന്നു. ഖുർആന്റെ കൽബായിട്ടുള്ള ഹാർട്ടായിട്ടുള്ള യാസീൻ ഞങ്ങൾ ഓതുന്നു. എന്തൊക്കെ വേണമെങ്കിൽ യാസീൻ ലിമാ ഖുർആലഹു യാസീൻ എന്ത് ഓതുക ആ ഉദ്ദേശം പൂർത്തിയാവും. നിങ്ങൾ എന്താ ഒരു ഉദ്ദേശം വെച്ച് യാസീൻ ഓതും ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തണ്ട. അത്രയും വലിയ പവറുള്ള ഖുർആന്റെ ആയത്ത് നിങ്ങൾക്ക് മക്കൾക്ക് ബെസർപ്പ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾ സൂറത്തുൽ ഹദീദ് ഓതിട്ട് തന്നെ ഊതിട്ട് മേൽക്ക് കൊടയുള്ള മക്കൾ ഒരു പ്രോബ്ലം ഇല്ല. എല്ലാം ഞങ്ങൾ ദൂര ദൂരെ ഓടുണ്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ദിക്ർ ഇതായിട്ടിക്ക് ഞങ്ങളെ സാന്ത്വന, ഇതായിട്ടിക്ക് ഞങ്ങളെ രോഗശമന, ഇതായിട്ടിക്ക് ഞങ്ങൾക്ക് വലിയൊരു സാന്ത്വന. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാത്തും ഒരു സാന്ത്വന അള്ളാഹുവിന്റെ ദിക്റായിട്ടിക്ക് അള്ളാഹുവിന്റെ ഖുർആനായിട്ടിക്ക്. അല്ലാഹു തആല ഞങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. ഒരു മനുഷ്യ ജാവ് ഇഞ്ഞിട്ട് ഔത്രഞ്ഞിട്ട് പുറത്ത് പോണ്ടേ അവന്റെ എന്തു ചെല്ല സാധ്യമില്ല. ഒരു മനുഷ്യ ഇങ്ങനെ ബൈക്കിൽ പോയോണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുടെ അദാബ് കണ്ട് അല്ലെങ്കിൽ അവനക്ക് പെടുങ്ങളിലെ മരണം കണ്ട് ഒരു ആക്സിഡന്റാ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഒരു പാമ്പ് ഇറങ്ങി വരികയാണ്, ആ മനുഷ്യന്റെ തലയിൽ വീണ് കൊത്തുകയാണ്. ഇങ്ങനെയുള്ള മുസീബത്ത് ഞങ്ങൾ കേൾക്കുകയാണ്, വാർത്താ മാധ്യമങ്ങളിൽ കേൾക്കുകയാണ്. അല്ലാഹു തആല ഈമാൻ അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ധാരാളം ദിക്ർ ചൊല്ലണം, ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വലാത്തിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മദീന പട്ടണത്തിൽ ഒരാള്, മദീന ടൗണിൽ ഒരാള് അയാൾ ഇങ്ങനെ പോയോണ്ട് അയാൾ കേക്കട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ പിർസബിച്ച ആരെങ്കുള്ളാറാ പിർസബിക്കണെങ്കിൽ ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും തരൂ. അങ്ങനെ കേട്ടിട്ട് ഒരു ബേസര മനുഷ്യ ചെല്ലിട്ട് നണ്ടൗത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് ഗമ്മത്താക്കടെ, ഞാൻ നിനക്ക് ബഹുമാന തണ്ടേ, നിനക്ക് ഭക്ഷണ തണ്ടേ, നിനക്ക് വേണ്ടതല്ല ഞാൻ തണ്ടേ. അങ്ങനെ ഈ മനുഷ്യരെ ആ വയസ്സായ മനുഷ്യ ഔത്ത് വിളിച്ചോണ്ട് പോണ്ടു. അങ്ങനെ വിളിച്ചോണ്ട് പോയിട്ട് ഔത്തുറക്കെ വിളിച്ചു പോയിട്ട് ഇയാൾ വിചാരിക്കണക്ക് നല്ല ഗമ്മത്തായിട്ടിരിക്കും. അങ്ങനെ ആ വയസ്സര മനുഷ്യ ഇയാൾക്ക് നല്ലോലം അടിച്ചിട്ട് ഇയാളെ നാവും മുറിച്ചിട്ട് അയാളെ കയ്യിൽ കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഇയാള് ബേജാറിൽ ആ നാവിടെ പിടിച്ചോണ്ട് ഓടിയോണ്ട് പൈന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിൽ മുട്ട വന്നിട്ട് അയാൾ വിളിപ്പിട്ട്, യാ റസൂലല്ലാഹ്, തങ്ങളെ ഏറ്റവും പുരുഷപ്പെട്ട അബൂബക്കർ സിദ്ദീഖിൽ നിന്ന് പുരുഷത്തെ ഞാൻ കേട്ട് നക്ക് കിട്ടിയതായിട്ട് അങ്ങനെ ബേജാറിൽ അയാൾ അവിടെ ബുൾപ്പിട്ട് അവിടെ മറക്കട്ടെ എങ്കിൽ ഒരു തൂക്ക വന്നു പോയിട്ട് സുബ്ഹാനല്ലാഹ്
അപ്പദാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാൾമാർ ഇയാളെ മുട്ടപണ്ടാറ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു തങ്ങൾ ചൊല്ലു, ഓ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പ്രസവിച്ചേക്ക് ഈ മനസ്സ് കിട്ടി നോക്കറില്ല, നിങ്ങൾ ആ നാവിടെ മടക്കി കൊടുക്കോറു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യർ നാവിടെ ഇട്ടിട്ട് ആ നാവ് ജോയിന്റ് ആക്കും. സുബ്ഹാനല്ലാഹ്, ആ നാവ് ജോയിന്റ് ആവും. അതാ ഈ മനുഷ്യ ഭയങ്കര കുസിലു സടന്ന് നോക്കും മേൽക്ക്. അതാ ജ്ഞാനപണ്ട് അവിടെ ആള് കാണില്ല, പക്ഷേ നാവ് ജോയിന്റ് ആയിട്ടുണ്ട്. ഭയങ്കര കുസിലായ റായത്ത് പോണ്ടു. പിന്നത്തെ വർഷം മുഹറം 12 അയലതാ അതേ റായത്ത് വന്ന് പിന്നും കേക്കട് ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളെ പ്രസവിച്ചിട്ട് ആരെങ്കിലും അക്ക് ഭക്ഷണം തണ്ടറാ. അങ്ങനെ അതാ ഒരു ബാലക്കാര ഈ മനുഷ്യ പിടിച്ചു പോയിട്ട് പുറത്ത് പിടിച്ചു പോണ്ടു. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ അതേക പണ്ട് നന്റെ നാവിടെ മുറിച്ചെങ്കിത്തെ അതേക ഇയാൾ പേടിച്ചു പോണു. ഇന്നും തന്നെ നാവ് മുറിച്ചു പോണ്ടുണ്ട്. പക്ഷേ ആ ബാലാക്കനല്ല ഓലം ബഹുമാനിക്കട്, ഇയാൾക്ക് ബേന്മാരെല്ലാം കൊടുക്കടു. ആ സമയത്ത് അതാ ഈ മനുഷ്യ ചോദിക്കട്, അല്ലയോ മനുഷ്യ, കഴിഞ്ഞ കൊല്ലം ഇതേ മുഹറം 10 ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് വയസ്സനായ ഒരു മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്റെ നാവിനെ മുറിച്ചിട്ടുണ്ട്, എന്നെ ശല്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യുവാവ് പറയുന്നു, അത് എന്റെ വാപ്പയാണ് എന്ന്. അതാ അവർ റൂമിൽ കൊണ്ടുപോയി ആ വാപ്പാനെ കാണിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ വാപ്പയതാ കുറങ്ങായി പോവുകയാണ്, മംഗമായി പോയിട്ടുണ്ട്. അതാ ഇയാളോട് ആ വാലക്കാരൻ പറയുന്നു, അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തതായ ആ അക്രമത്തിന് വല്ലാത്ത ശിക്ഷയാണ് അല്ലാഹു തആല കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതാ നിന്ദിച്ചതുകൊണ്ട് ഈ മനുഷ്യന് കൊടുത്തത് അതാ അല്ലാഹു തആല ശിക്ഷ കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മനുഷ്യർക്ക് വല്ലാതെ സന്തോഷമായിട്ടുണ്ട്. അത് മഹാന്മാരെ സ്നേഹിച്ചതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, തങ്ങൾ ഉസ്താദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് എൻ്റെ വിഷയാനിപ്പട്ടെ ഇനി തങ്ങൾ ഉസ്താദ് നമുക്ക് പിന്നെ ദുആർക്കു